ഹലോ, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ജാനൂട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആതിര ചേച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സിമ്പിളായിട്ട് ഒരു ചെറിയൊരു കേക്ക് ഉണ്ടാക്കി തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു മാർബിൾ കേക്ക് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത മുട്ടയല്ല കേട്ടോ, ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച മുട്ടയാണ്, ഫ്രിഡ്ജിൽ വയ്ക്കാത്ത മുട്ടയാണ്. 3 മുട്ട എടുത്ത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇടുക. അപ്പോൾ മിക്സിയിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. അതിനുശേഷം കുറച്ച് വാനില എസൻസ്, അത് ഞാൻ ആ മൂടീൻ്റെ അത്രേ വാനില എസൻസ് ഒഴിക്കുന്നുള്ളൂ. എനിക്ക് പിന്നെ ഇതിൻ്റെ കണക്കും കാര്യങ്ങളും എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ ഒരു ആവശ്യാനുസരണമാണ് ഇതിലെല്ലാം ആഡ് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു പഞ്ചസാര, അതൊരു 8-9 സ്പൂണ് പഞ്ചസാരയാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ മിക്സിയിലിട്ട് അടിച്ചത് ഈ പരുവമായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൈദയിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മൈദയിൽ ഉണ്ടാക്കുന്നവരുണ്ട്, ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നവരുണ്ട്. എന്നാലും കൂടുതൽ സോഫ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് മൈദയാണ് കേട്ടോ നല്ലത്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടതിന് ശേഷം നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ആവശ്യത്തിന് അനുസരിച്ച് മാത്രം ഇട്ടാൽ മതി. ബേക്കിംഗ് സോഡ അധികം ഇടണമെന്നില്ല കേട്ടോ. ബേക്കിംഗ് പൗഡർ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, ബേക്കിംഗ് സോഡ അധികം വേണ്ട കേട്ടോ. അത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ മിക്സിയുടെ ജാറിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ മുട്ടയുടെ ആ ബീറ്റ് അത് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിയുമ്പം ആവശ്യത്തിന് പാലും കൂടി വെച്ച് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വരുന്ന പോലെ, അതായത് അധികം ലൂസ് ആവേണ്ട, ക്രീമി പോലെ ഇരിക്കണം. അപ്പോൾ അങ്ങനെ ക്രീമി പോലെയൊക്കെ ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചോക്ലേറ്റ്, കൊക്കോ പൗഡർ വെച്ചിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാനില ചോക്ലേറ്റ് അങ്ങനെയാണ് ഫ്ലേവർ പൗഡർ എടുത്ത ശേഷം അത് നേരത്തെ ക്രീമി ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ് കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം അതും നല്ല ക്രീമി പരുവാകും. ഈ ഒരു തിക്നെസ്സിൽ മതി കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ബേക്കിംഗ് പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഓയിൽ പുരട്ടി ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്, അതിലും ഓയിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആദ്യം ക്രീം ഒഴിച്ച് കൊടുക്കാം, ആദ്യം മൈദ മിക്സ് വെച്ചിട്ടുള്ളത്. അത് കഴിയുമ്പോൾ ചോക്ലേറ്റ് ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കൊടുക്കുക, കാരണം നമുക്ക് ലാസ്റ്റ് ഡിസൈൻ ചെയ്യാനുള്ളതാണ്. അപ്പോൾ മാർബിൾ ടീ കേക്ക് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവണമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് ആദ്യം ആ മിക്സ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഒഴിച്ച്, അത് കഴിഞ്ഞിട്ട് വീണ്ടും മിക്സ്, പിന്നെയും ചോക്ലേറ്റ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പാത്രം ഒന്ന് ഡപ്പ് ചെയ്യണം, അതായത് ഒന്ന് കൊട്ടണം കേട്ടോ, കാരണം കൊമളയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൊക്കോട്ടെ. അതിനുശേഷം നമുക്ക് ഡിസൈൻ എന്തെങ്കിലും കൊടുക്കാം. അപ്പം മാർബിളിൻ്റെ ഷേപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാനൊരു ഡിസൈനൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓവൻ 5 മിനിറ്റ് ആദ്യം ഹീറ്റ് ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. അതിന് ശേഷമാണ് വെക്കുന്നത്. എന്നിട്ട് അത് വെച്ചിട്ട് ഒരു 180-200 ഇട്ടിട്ട് ഒരു 30-35 മിനിറ്റ് നമുക്ക് ഓവൻ വെക്കണം കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. അങ്ങനെ ഓവനിലെ സമയമൊക്കെ കറക്റ്റ് കഴിഞ്ഞു. അത് കഴിയുമ്പോൾ അലാറമൊക്കെ അടിച്ചു. അപ്പം ഞാൻ വേഗം പോയി നോക്കിയപ്പോൾ സംഭവം അടിപൊളിയായിട്ടുണ്ട്. എന്നാലും ഒരു കുറച്ച് പൊട്ടലൊക്കെ വീണിട്ടുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. കാണാനും നല്ല ഭംഗിയൊക്കെ ഉണ്ട്, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബാക്കി വന്നത് വെച്ചിട്ട് ഞാൻ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു 3-4 അതാണ് അപ്പുറത്തെ പാത്രത്തിലിരിക്കുന്നത്. അപ്പോൾ ഇതേ കേക്ക് നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ, കാരണം ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ് ഓവനൊക്കെ വെച്ചിട്ട്. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതേ നോക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പറവൂരേക്ക് ജാനുവിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അവിടെ ഊണ് കഴിക്കാൻ സമയമായപ്പോഴാണ് ഞങ്ങൾ ചെന്നത്. അപ്പോൾ ഇത് എല്ലാവരും കൂടിയിട്ട് സദ്യ പോലെയൊക്കെ ഇലയിലൊക്കെ ഇട്ട് കഴിക്കണം. അപ്പോൾ സാമ്പാറും പപ്പടവും അച്ചാറും ബീഫ് കറിയുമായിരുന്നു ചിറ്റ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നത്. ദേവും മിന്നും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പാൽ പായസം അല്ല, സേമിയ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഴിക്കാഞ്ഞതുകൊണ്ട് വിഷ്ണുവേട്ടൻ കഴിക്കുന്ന വീഡിയോ എടുത്തോളാം ഞാൻ പറഞ്ഞു. നമ്മുടെ ജാനൂട്ടിയുടെ ചെറുതിലത്തെ ഉടുപ്പാണ് അവൻ ഇട്ടേക്കണേ, അതുകൊണ്ട് അത് പെങ്കൊച്ചിനെ പോലെ തന്നെ ഉണ്ട്. കറക്റ്റ് കാത് കുത്തി കമ്മലും കൂടി ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് പെങ്കൊച്ചായിട്ടാ. അങ്ങനെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അതൊക്കെ. അപ്പോൾ അവൻ്റെ 9th മന്തിലെ ഫോട്ടോഷൂട്ടും കൂടി ഇന്ന് തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനൊരു 9th നമ്പറിലെ ബലൂണൊക്കെ മേടിച്ചിട്ട് പോയിട്ടുണ്ടായി. അപ്പോൾ ദേവിക അതിൽ വെച്ചിട്ട് അവനെ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അവൾ ആദ്യം ഓടിക്കേറി അതിൽ വീഴാൻ പോയി. വിഷ്ണുവേട്ടൻ ചവിട്ടി കൊടുത്തപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ അടുത്തേക്കാട്ടോ പോയത്. അവിടെ വാതിക്കയിൽ നമ്മൾ കസേരയൊക്കെ വെച്ചിട്ട് പിന്നെ ഈ വണ്ടിയിലൊക്കെ അവിടെ ഇരുന്ന് ഓരോ പോസൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിടിക്കും ഇങ്ങനെ പിടിക്കും, കാരണം 9 അവൻ നേരെ പിടിക്കുന്നുണ്ടെന്നുണ്ടായിരുന്നില്ല, അവൻ അറിയില്ലല്ലോ.
പിന്നെ അവൻ 9 മാസം ആയതുകൊണ്ട് തന്നെ കിടത്തി ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല അതെനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാനൊരു നമ്പറിലുള്ള ഒരു ബലൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും പിടിച്ച് അവിടെ ഇരുന്നോളല്ലോ എന്ന് ഓർത്തു. പിന്നെ അതേ അവൻ അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയോ എന്തൊക്കെയോ എടുത്തു ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഇത് കഴിയുമ്പോൾ ഞാൻ ഫോട്ടോസൊക്കെ കൊടുക്കാം. Happy birthday to you. Happy birthday, dear Janu. Happy birthday to you. കത്തിട്ട് കുത്തണം കുത്തിക്കോ അപ്പോഴത്തെ കേക്ക് നമ്മുടെ കട്ട് ചെയ്തിട്ട് കേക്കിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലെത്തി പാടത്ത് പോയി 2 മീനെ പിടിക്കാമെന്നും പറഞ്ഞ് പാടത്തേക്ക് പോയി. ഞാനും അമ്മച്ചിയും വിഷ്ണുവേട്ടനും കൂടെ അങ്ങനെ പാടത്ത് ഇരുന്നിരുന്ന് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മച്ചിക്ക് ഒരു ബ്രാൽ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ പെട്ടെന്ന് കാര്യമാണെന്ന് വിചാരിച്ചു. അങ്ങനെ പെട്ടെന്ന് നോക്കിയപ്പോഴത്തേക്കും കറക്റ്റ് ഒരു ബ്രാലിനെ കിട്ടി. അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. 1 കിലോൻ്റെ അടുത്തെങ്ങാനും ഉണ്ടാവും ബ്രാൽ. അപ്പം നമുക്ക് പാടത്തുനിന്ന് ഒരു ബ്രാലും ഒരു കറുപ്പിനെയാണ് കിട്ടിയത്. ബ്രാലിതേ അത്യാവശ്യം നല്ല സൈസുള്ള ബ്രാലായിരുന്നു. പിന്നെ കേക്കിൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പഞ്ചസാര കുറച്ച് കുറവായിപ്പോയി. അതിൻ്റെ ഒരു ടേസ്റ്റ് കുറവൊന്നുമില്ല, പഞ്ചസാര കുറച്ച് കുറഞ്ഞു പോയി. അത് മാത്രമേ വിഷയം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി സോഫ്റ്റ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു. അടുത്ത വീഡിയോ ആയിട്ട് വരാം.